ഇതാ കണ്ടില്ലേ, കറുത്ത് പെടച്ച് ഇരിക്കുന്ന ഒരു ഏത്തപ്പഴം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്നിട്ടാണ് കേട്ടോ ഇതുപോലെ കറുത്തത്. അപ്പോൾ ആദ്യം എനിക്കിതുപോലെ കറുത്ത പഴമൊക്കെ നേരത്തെയൊക്കെ കഴിക്കാനൊക്കെ മടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഇപ്പോൾ പുതിയ ഒരുപാട് റെസിപ്പികൾ ഇതുപോലെ പഴുത്ത് കറുത്തൊക്കെ ഇരിക്കുന്ന പഴം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരെണ്ണം നമുക്കിന്ന് ഉണ്ടാക്കിയാലോ എന്ന് ഒന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫ്രിഡ്ജിൽ വെച്ച പഴം ആയതുകൊണ്ടാണ് പഴത്തിൻ്റെ തൊലി അങ്ങനെ കറുത്തിരിക്കുന്നത്. പക്ഷേ ഉള്ളൊന്നും പഴത്തിൻ്റെ അകമൊക്കെ ആണെങ്കിൽ അത്ര പഴുത്തങ്ങനെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത്, നെയ്യൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പഴവും കൂടെ ചേർത്ത് നമുക്ക് പഴമൊക്കെ ഒന്ന് ആ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഒരു നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. സാധാരണ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ മാത്രം വെച്ചിട്ടല്ലേ ഇലയുടെ ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെയൊക്കെ നമ്മുടെ വീട്ടിലെ ഏത്തപ്പഴമൊക്കെ പഴുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ മടി വരുമ്പം നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കിന് ഏത്തപ്പഴം ഇട്ട് കൊടുക്കുകയാണ്. ഏത്തപ്പഴം ഇട്ട് കൊടുത്ത് നമ്മുടെ നെയ്യിൽ കിടന്ന് ഏത്തപ്പഴമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം കേട്ടോ. അപ്പം ഈ ഏത്തപ്പഴം നെയ്യിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് നല്ലൊരു മണം വരും. നല്ലൊരു പ്രത്യേക മണമായിരിക്കും കേട്ടോ ആ മണം. അപ്പോൾ അങ്ങനെ ഏത്തപ്പഴമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇങ്ങനെ വാടി വന്നപ്പോഴത്തേക്കിന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കിന് നമ്മൾ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പൊടിച്ച് വെച്ച ശർക്കരയായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിച്ച് വെച്ച ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അളവ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് ജീരകവും പിന്നെ ഏലക്കായും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാവേ. തേങ്ങ ചേർത്തതിന് ശേഷമാണ് ഏലക്കായും ജീരകവും പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏലക്കായും ജീരകവും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ഒന്ന് ചെറുതായി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അധികം നമ്മൾ തണുപ്പിക്കുന്നില്ല, ഒരു ചെറിയ ആ ഒരു ചൂട് മാറാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ആ പഴമൊക്കെ ഇങ്ങനെ അങ്ങ് ഉടച്ചങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാം ഉടച്ച് കൊടുത്തിട്ട് നമുക്കതെല്ലാം അടുപ്പേൽ നിന്ന് മാറ്റി വെക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിക്കകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ല തിളച്ച ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഇലയട ഉണ്ടാക്കാൻ നമ്മൾ മാവ് കുഴക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു പരുവത്തിൽ ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മാവ് റെഡിയാക്കി എടുക്കുവാണേ. അങ്ങനെ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇലയുടെ ഉണ്ടാക്കിയെടുക്കാവേ. ഇലയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു ഉണ്ട പോലെ ആക്കിയിട്ട് നമ്മുടെ മാവ് ഇങ്ങനെ ഇലയിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാവേ. അപ്പോൾ ഞാനിങ്ങനെ പരത്തുമ്പോൾ കുറച്ച് വെള്ളം തൊട്ട് നനച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത്. ചില ആൾക്കാർ വെള്ളത്തിന് പകരം എണ്ണയോ നെയ്യൊക്കെ ഇങ്ങനെ കയ്യിൽ തൂത്തിട്ട് ഇങ്ങനെ പരത്തുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ വെള്ളം ആണ് കേട്ടോ ഇങ്ങനെ പരത്തുന്നത്. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ തൊട്ട് ഇലയിലിങ്ങനെ മാവിനകത്ത് മുക്കി ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല തീരെ നൈസായിട്ട് കനം കുറച്ചാണ് കേട്ടോ ഇങ്ങനെ പരത്തുന്നത്. അപ്പോൾ ഒത്തിരി കട്ടി കൂടിയാലായിട്ട് വേകാനാണെങ്കിലും താമസം വരും. പിന്നെ കട്ടി കുറഞ്ഞിരിക്കുന്നതാണ് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല തീരെ നൈസായിട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരത്തി എടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ ഈ മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവല്ല, നമ്മുടെ ആ ഏത്തപ്പഴവും തേങ്ങയൊക്കെ നമ്മൾ
മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, അതിങ്ങനെ സ്പൂണിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് അതും ഇങ്ങനെ ആ ഇലയിലോട്ട് ഇങ്ങനെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേരം ആ നമ്മുടെ ശർക്കരയും തേങ്ങായും എല്ലാം നമ്മുടെ അടയ്ക്കകത്ത് ഇങ്ങനെ പരത്തി വെക്കുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വെതറി കഴിയുമ്പോഴത്തേക്കിന് അതിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു ടേസ്റ്റ് ഇല്ലാതെയല്ല, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഒന്നും കൂടെ നല്ലത് ഇങ്ങനെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തേച്ച് ഞാൻ നമ്മുടെ ഇലയുടെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇലയുടെ ഇഷ്ടമില്ലാത്ത ഏത് മലയാളികളാണല്ലോ ഉള്ളത്? നമുക്ക് എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഇലയുടെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന ബാക്കി വന്നിട്ട് പഴം കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം കുറേ ആൾക്കാർ കറുത്ത് പോയ പഴം കൊണ്ടൊക്കെ ഒരുപാട് പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്കും അതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വീണ്ടും ഞാൻ അടുത്തതും കൂടെ ഉണ്ടാക്കിയെടുക്കുവാണ്. എന്താണ്, കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി രുചിയിൽ നമുക്ക് ഓരോ ഭക്ഷണങ്ങൾ കഴിക്കാമല്ലോ അല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് പൊതുവെ. കുറച്ച് കഷ്ടപ്പെട്ടാലും മെനക്കെട്ടാലും സാരമില്ല, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കഷ്ടപ്പെടാനൊക്കെ ഞാൻ റെഡിയാണ് കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണോ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചൂടായ നമ്മുടെ അപ്പച്ചമ്പിനകത്തേക്ക് നമ്മൾ അടയെല്ലാം വെച്ച് കൊടുക്കുവാണേ. അടയൊക്കെ വെച്ച് കൊടുത്ത് നമ്മളിതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് നല്ല ആവി പറക്കുന്ന നല്ല ചൂട് നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെയാണ്, നെയ്യുടെയൊക്കെ നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ അപ്പമൊക്കെ അടുപ്പിൽ നിന്ന് എടുത്ത് പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല ചൂടോട് കൂടിയിട്ട്, ഇളം ചൂടോട് കൂടിയിട്ട് കഴിക്കാനായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. തണുത്ത് കഴിയുമ്പോഴത്തേക്കിന് ചൂടോട് കൂടി കഴിക്കാനായിരിക്കും ആ ഒരു ടേസ്റ്റ് കൂടുതൽ. ആ നെയ്യുടെ മണവും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ്, നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഇറക്കി വെച്ചപ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഇലയുടെ പഴം വെച്ചിട്ട്, ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഇലയുടെയൊക്കെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വേഗം തന്നു കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരുടെ അടുത്തും ടാറ്റാ, ബൈ ബൈ.